കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അത് തുറന്നു കാണിക്കാനായിട്ട് കോൺഗ്രസിനും UDF-നും സാധിച്ചു. ഒരുമിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ, ഒറ്റക്കെട്ടാണ് CPM-ഉം BJP-യും എന്നുള്ളത് ഈ PM ശ്രീ പദ്ധതി വഴി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ 2026 കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്താണ് സംഭവിച്ചത്? സുരേഷ് ഗോപി ജയിച്ചത് കൃത്യമായിട്ട് CPM അജണ്ടയുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവിടെ എൻട്രി ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ആ പൂരം തന്നെ കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ എൻട്രി ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഇവിടുത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. അപ്പൊ അദ്ദേഹത്തെ ജയിപ്പിച്ചതും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പണിയെടുത്തത് പിണറായി ഗവൺമെന്റാണ്. അപ്പൊ അത് ഈ നിയമസഭയിലും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അത്തരത്തില് കുറച്ച് മണ്ഡലങ്ങളിൽ അവരൊരു ധാരണയായിട്ടുണ്ട്. CPM-ഉം BJP-യും തമ്മിലൊരു ധാരണ പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അവര് രണ്ടുപേരെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക, ഏതു വിധേനയും ഭരണത്തിലെത്തുക. ഇപ്പൊ CPM-ന് ഇപ്പൊ ഒരു തവണ കൂടി ഭരണത്തിലെത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് BJP ഏറ്റെടുത്തിട്ടുള്ളത്. BJP ഇപ്പൊ തൽക്കാലം ഒന്ന് സഹായിച്ച് പിന്നീട് BJP-ക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ UDF-നെ സംബന്ധിച്ച് എന്നും ഒരു മതനിരപേക്ഷ നിലപാടുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒക്കെ മുന്നോട്ട് പോകുന്നത്.